ഹലോ, അസ്സലാമലൈക്കും. അന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഞാനും ഉമ്മയും കൂടി ഷോപ്പിങ്ങിന് പോവാണ്. വിരുന്നുകാരൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ ഇത് വാതിലൊക്കെ പൂട്ടി ഓട്ടോയിൽ സാധനം മേടിക്കാൻ പോയി. മില്ലിലേക്കാണ് ഫസ്റ്റ് പോയത് കേട്ടാ. മില്ലിൽ നിന്ന് അരിപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മേടിച്ച് ഞങ്ങൾ ഓട്ടോയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു വീട്ടിലേക്ക് പോകാനുണ്ട്. അതായത് ഞങ്ങളെ മാമാടെ വീട്ടിലേക്ക് കിട്ടുക. അവിടെ അതിൻ്റെ മോന് ഇങ്ങനെ വയ്യാണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ കാണാൻ പോകണം. പിന്നെ അവിടുത്തെ മാമാടെ മരുമകൾക്ക് തന്നെ വിശേഷമുണ്ട്, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിന് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കണം. ഞങ്ങളിവിടെ അങ്ങനെ കിട്ടുക. എന്താ ഫ്രൂട്ട്സ് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകും. നിങ്ങളവിടെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, ആരൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ ആചാരങ്ങളുണ്ട് എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ആ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ വാടക ഉണ്ട്, നിങ്ങളെ ഞാൻ പാലത്തിൻ്റെ അവിടെ ഇറക്കി തരാം, വേറെ ഓട്ടോയിൽ ആക്കി തരാം കേട്ടോ, അവിടെ നിന്ന് കയറിക്കോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ വേറെ ഓട്ടോ പോയിക്കോണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ വേറെ ഓട്ടോയിൽ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ അതിൽ കയറുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഓട്ടോ ഡ്രൈവറാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളതിൽ കയറിയിരുന്ന് ഞങ്ങൾ അവിടുത്തെ വീട്ടിൽ കഥകളൊക്കെ പറയാണ് കേട്ടോ ഓട്ടോയിലിരുന്നിട്ട്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഇതുവരെ വന്നിട്ടില്ല കേട്ടാ. നമ്മൾ നേരം വൈകുമോ എന്നൊക്കെ ഉമ്മ ചോദിക്കുന്നുണ്ട് കേട്ടാ, എന്താ വരാത്ത ഡ്രൈവർ. അപ്പോഴത്തേനും ഡ്രൈവർ വന്ന് അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, എനിക്കും തിരക്കുണ്ട്, നേരം വൈകരുത് കേട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇല്ല ഞങ്ങൾ വേഗം വരും അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവർ വണ്ടി എടുത്തു കേട്ടാ. ഇപ്പോൾ ഞങ്ങളവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ വേ ആണ്. ഒരു റോട്ടിൽ കൂടെ വണ്ടി പോവുകയാണെങ്കിൽ ആ റോട്ടിൽ കൂടെ തിരിച്ച് വണ്ടി പോകാൻ പാടില്ല, വേറെ സൈഡിൽ കൂടെ പോകാൻ പാടുള്ളൂ കേട്ടാ. വരലൊരു സൈഡിൽ കൂടെ പോകലൊരു സൈഡിൽ കൂടെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം ഇപ്പോൾ പോകാൻ. എങ്ങോട്ട് പോകാനും ആണെങ്കിലും ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം അതാണ് കേട്ടാ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. മറ്റേത് ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിരുന്നില്ല. റോഡ് സൈഡിൽ തന്നെ വീടായ കാരണം നമുക്ക് ഈ അപ്പുറത്തേക്ക് കടക്കാനും ഇപ്പുറത്ത് കിടക്കാനൊക്കെ സുഖമായിരുന്നു. ഇപ്പോൾ റോഡ് വന്ന് വലിയ മതിൽ കെട്ടുമായപ്പോൾ ഇപ്പോൾ ഞങ്ങളെ അടുത്ത ഹാളിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ 40 രൂപ 30 രൂപയുടെ ഓട്ടോയ്ക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് കല്യാണത്തിനൊക്കെ വരാൻ പറ്റണുള്ളൂ. ഉമ്മൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മക്ക് ഇത്രയും നടന്ന് വരൽ എളുപ്പമല്ല, വളഞ്ഞ് തിരിഞ്ഞിട്ടല്ലേ നടന്ന് വരുന്നത്, ഇപ്പോൾ എളുപ്പമല്ല. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ടാ. കടയിലെത്തി അവിടുന്ന് പഴമൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ആണെങ്കിൽ പഴം മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സുകളൊന്നുമില്ല. വെജിറ്റബിൾസൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സുകളൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് പഴം മാത്രം മേടിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി ഫ്രൂട്ട്സ് മേടിക്കണോടത്തുനിന്ന് ഫ്രൂട്ട്സ് കട അപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് ആ കടക്കാരൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബാക്കിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ കയറി ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും അയാളോട് ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ ചോദിച്ച്, ഇപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ വില കുറവുണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ ചോദിച്ച് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അയാൾ പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ആചാരങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇതൊക്കെ ആയിട്ട് പോണത് ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടേക്കാണ് പോണത്, രണ്ടാമത്തെ ആങ്ങളുടെ വീട്ടിലേക്കാണ് പോണത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഞാനും ഉമ്മയും കൂടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ മാമാടെ വീട്ടിലെത്തി. ഇതാണ് മാമാടെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല. ഇതാണ് മാമാടെ വീട്. ഞങ്ങളിവിടെ എത്തിയിട്ടാ.
അങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഇരുന്നിട്ട് വേഗം തന്നെ തിരിച്ചു പോന്നു. ഞങ്ങൾ വീട്ടിലെത്തി, സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് സുഖമായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഓക്കെ ബായ്. ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും കാണാം. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് പ്ലീസ്.